എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ഒരു വീഡിയോ സാധാരണ ഒരു യൂട്യൂബ് വീഡിയോ മാത്രമല്ല, ഇതിലൂടെ ഞാൻ നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സിനായിട്ട് ചെറിയൊരു ട്രെയിനിങ് പ്രോഗ്രാം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എത്തുന്ന പല മലയാളികൾക്കും ഇവിടെയുള്ള ഇറ്റാലിയൻ ഏജൻസികളെ എങ്ങനെ കണ്ടെത്താമെന്നോ, ഇനി കണ്ടെത്തിയാൽ തന്നെ ഏജൻസികളെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാമെന്ന് പോലും അറിയില്ല. ഇനി അതുകൂടാതെ അവരവരുടെ ഫോൺ കോൺവെർസേഷനിൽ തന്നെ ഫെയിലാവും. പിന്നെ ഇന്റർവ്യൂവിൽ എത്തുമ്പോൾ ഉള്ള കാര്യം പറയണ്ട, കൺഫ്യൂഷൻ മാത്രം. പക്ഷേ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഏജൻസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, ഇറ്റാലിയനിൽ എങ്ങനെ സംസാരിക്കാം, അപ്പോയിൻമെൻ്റ് എങ്ങനെ ഫിക്സ് ചെയ്യാം, ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ഇന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത്. ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ആവുള്ളൂ. ഇനി നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പോലും ടെൻഷൻ ഒട്ടും വേണ്ട. ഞാനിതിൽ ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ ഒരു ചെറിയ നോട്ട്ബുക്ക് എടുത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ അതിലൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇറ്റലി ജോബ് ജേണി ക്ലിയർ ആവും. ആ ഒരു ഉറപ്പ് ഞാൻ നൽകാം. ഇത് റിയൽ ലൈഫ് എക്സ്പീരിയൻസിനൊപ്പം പ്രാക്ടിക്കൽ ട്രെയിനിങ് കൂടിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇനി ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് പറയാം. ഇറ്റലിയിലെ കെയർ ഗീവർ ജോലി അതൊട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പലരും അത് സിമ്പിൾ ജോബായിട്ടാണ് പറയുന്നത്. എങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നല്ല ഫിസിക്കൽ വർക്ക് ഉണ്ട്, അതുപോലെ മെൻ്റൽ പ്രഷർ ഉണ്ടാകും, ഒപ്പം പേഷ്യൻസ് അനിവാര്യമാണ്. പക്ഷേ അതേസമയം ഇതിന് നല്ല സാലറി കിട്ടും. ഒപ്പം നിങ്ങൾക്ക് താമസവും ഭക്ഷണവും ഫ്രീ ആയിരിക്കും. നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റിൽമെൻറ്റിന് എല്ലാവിധ ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ആളുകൾ ഇറ്റലിയിൽ ഈ ഒരു ജോലി ചെയ്യാനായിട്ട് വരുന്നു. ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം, കെയർ ഗീവർ ജോബ് എന്താണ്. ബദാന്തെ എന്ന് ഇറ്റലിയിൽ വിളിക്കും. നിങ്ങളുടെ ജോലികൾ വയോധികരെ നോക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, അവിടുത്തെ വീട്ടുജോലികളെല്ലാം ചെയ്യുക, സമയത്ത് അവർക്കുള്ള മരുന്ന് കൊടുക്കുക. ഇനി ചിലപ്പോൾ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. ചില സമയങ്ങളിൽ വാക്കിംഗ് സപ്പോർട്ട് വേണം. ഇനി നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പേഷ്യൻസിന് വളരെ പ്രാധാന്യമുണ്ട്. ഇനി ജോബ് ടൈപ്പുകൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് ലീവ് ഇൻ ജോബ്. അത് വീട്ടിൽ തന്നെ താമസം, ഫുൾ ടൈം ജോലിയാണ്. സാലറി ഇതിൽ കൂടുതലായിരിക്കും. ഇനി അടുത്തതാണ് പാർട്ട് ടൈം ജോലികൾ. ഇത് മണിക്കൂറിനാണ് നിങ്ങൾക്ക് സാലറി വരുന്നത്. കുറച്ച് അവേഴ്സ് മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ഇനി അടുത്തതാണ് നൈറ്റ് ഡ്യൂട്ടി. ഇത് രാത്രിയിൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആവശ്യം. അതുപോലെ തന്നെ അത് പ്രത്യേക കേസുകളും ആയിരിക്കും. ഇനി ഇതിൻ്റെ സാലറി സ്ട്രക്ചറെല്ലാം നമ്മൾ മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകളെല്ലാം ഒന്ന് കണ്ടു നോക്കുക. വീഡിയോയുടെ ലിങ്ക് കൂടി ഞാൻ താഴെ കൊടുത്തേക്കാം. ഇനി അതുപോലെ തന്നെ ഇവിടുത്തെ സാലറിയുടെ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസുകളും കൂടെ കിട്ടും. അതുപോലെ തന്നെ ഹോളിഡേയ്സിന് മറ്റൊരു പേയ്മെൻറ്റ് തന്നെയുണ്ട്. ഇനി നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയുള്ള എല്ലാ ജോബുകളും അത്ര ഈസി ഒന്നും അല്ല. ഇവിടെയുള്ള എംപ്ലോയീസ് കുറച്ച് സ്ട്രിക്റ്റും ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ശരിയായ പ്രിപ്പറേഷൻ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടി പറയാം. ഇറ്റലിയിലെ കെയർ ഗീവറായിട്ട് ജോബ് കിട്ടാൻ ഇറ്റാലിയൻ ലാംഗ്വേജ് ബേസിക് എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞതുകൊണ്ട് ഇവിടെ കാര്യമൊന്നുമില്ല. കാരണം ഇവിടെ പ്രായമായവർക്ക് മോസ്റ്റ്ലി ഇറ്റാലിയൻ മാത്രമേ സംസാരിക്കാൻ അറിയൂ. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് തന്നെ നമുക്ക് കിടക്കാം. ഇവിടുത്തെ ഏജൻസിനെ എങ്ങനെ കണ്ടെത്താം, എങ്ങനെ കോണ്ടാക്ട് ചെയ്യാം. പലർക്കും ഇവിടെ തന്നെ മിസ്റ്റേക്ക് വരുന്നതാണ്. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നറിയില്ല. അപ്പം നമുക്ക് നോക്കാം ഏജൻസിനെ എങ്ങനെ കണ്ടെത്താമെന്ന്. അതിനായിട്ട് ഞാൻ 2 സൈറ്റുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൂടാതെയുള്ള മറ്റ് ഏജൻസികളുടെ ഡീറ്റെയിൽസ് എല്ലാം ഉടൻ വരാനിരിക്കുന്ന മെമ്പേഴ്സ് ഉള്ള വീഡിയോകളിൽ ഞാൻ നൽകുന്നതായിരിക്കും. ഇനി പല ഏജൻസികളും നിങ്ങളെ കാണാതെ, നിങ്ങളുടെ അടുത്ത് ഒരു ഇൻ്റർവ്യൂ പോലും നടത്താതെ നിങ്ങളുടെ അടുത്ത് ജോലി വാഗ്ദാനം നടത്തി ക്യാഷ് മേടിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ തിരിച്ചറിയുക അതൊരു തട്ടിപ്പാണെന്ന്. ഇനി നിങ്ങൾ ഇറ്റലിയിൽ എത്തിയതിനു ശേഷം ഇറ്റലി മലയാളി ഗ്രൂപ്പുകളുണ്ട്, അതിലൊക്കെ ഒന്ന് ആക്റ്റീവ് ആവുക, അതിലൊക്കെ ജോലികൾ സെർച്ച് ചെയ്യുക. ഇനി നമുക്ക് നോക്കാം ഈ പറയുന്ന ഏജൻസികളെ എങ്ങനെ ഫോൺ ചെയ്യാമെന്ന്. ഇറ്റലിയിൽ കോൾ എടുക്കുമ്പോൾ ആദ്യം പറയേണ്ടത് പ്രോന്തോ, അതായത് ഹലോ എന്നാണ് അർത്ഥം. പിന്നെ സംസാരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ പാനിക്കാവരുത്, സിമ്പിളായിട്ട് സംസാരിച്ചാൽ മതി. ഇനി നമുക്കൊരു കോൺവെർസേഷൻ നോക്കാം. Pronto? Pronto? Buongiorno. Sto cercando lavoro come badante. Hello, good morning. ഞാൻ കെയർ ഗീവർ ജോലി അന്വേഷിക്കുന്നു.
ഇനി ഏജൻസിക്കാർ ചോദിക്കുന്നു, ആ എക്സ്പീരിയൻസാ, നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? അപ്പം നമുക്ക് ആൻസർ ചെയ്യാം. ഉണ്ടെങ്കിൽ സി ഓ എക്സ്പീരിയൻസ് അത് ദുവയാന്നി, അതെ എനിക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി അതേസമയം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, നോ മ പോസോ ഇമ്പറാരെ വെലോച്ചമെന്തേ, ഇല്ല പക്ഷെ ഞാൻ അതിവേഗം പഠിച്ചെടുക്കും. ഇനി അവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു, പാർല ഇറ്റലിയാനോ, ഇറ്റാലിയൻ സംസാരിക്കാൻ അറിയുമോ എന്ന്. പോക്കോ മസ്തോ ഇമ്പറാന്തോ, കുറച്ചറിയാം പക്ഷെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും കഴിഞ്ഞ ശേഷം നിങ്ങൾക്കും ചോദിക്കാം, അവത്തെ ലവോറോ ഡിസ്പോണിബിലെ, നിങ്ങൾക്ക് ജോലി ഒഴിവുകളുണ്ടോ? ഇനി അതുപോലെ തന്നെ മറ്റൊന്നുകൂടി ചോദിക്കാം, ദോവെ സി ട്രോവ il lavoro, ജോലി എവിടെയാണ്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഒരിക്കലും ഭയത്തോടെ ചോദിക്കാൻ പാടില്ല. തികച്ചും നോർമലായിട്ട് തന്നെ കാര്യങ്ങൾ ചോദിക്കുക. ഇനി നമുക്ക് അവരുമായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ചോദിക്കാം. പോസോ prendere un appuntamento, എനിക്കൊരു അപ്പോയിൻമെൻ്റ് എടുക്കാമോ? സി വേഗ ദൊമാനി, അതെ നിങ്ങൾ നാളെ വരൂ. അക്കയോറ, എത്ര മണിക്കാണ്? വബേനെ അല്ലേ ദിയച്ചി, 10 മണി ഓക്കെ ആണോ? നമുക്കിത് കോൺവെർസേഷൻ നിർത്താം. ഒരു ഗ്രാസിയെ അരിവിതേർച്ചി പറഞ്ഞ് അവർക്കൊരു നന്ദിയും ബായും പറഞ്ഞ് നമുക്കിത് നിർത്തുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് നിങ്ങൾ സൈലൻസ് ആയിട്ട് നിൽക്കരുത്, അതുപോലെ ഒരുപാട് ഫാസ്റ്റായിട്ട് അവരുടെ അടുത്ത് സംസാരിക്കരുത്, അതുപോലെ ഇടയ്ക്ക് ഇംഗ്ലീഷ് കൂട്ടി സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചെടുത്തിരിക്കുന്ന ഈ ഒരു കോൺവെർസേഷനും അതുപോലെ തന്നെ മുമ്പുള്ള പല കോൺവെർസേഷനും നിങ്ങളെ ഈ ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. ഇനി നിങ്ങളിവിടെ തിരിച്ചറിയേണ്ട കാര്യം, ഇവിടെ കോളൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് ജോബ് കിട്ടില്ല. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളിനകത്ത് പേടിയെ നിങ്ങൾ മാറ്റി നിങ്ങൾ പഠിച്ചു തുടങ്ങുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ടൈം ഒരല്പം നെർവസ് ആയിരിക്കും, പക്ഷെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് സക്സസ് നേടാം. ഇനി നമ്മൾ നോക്കുന്നത്, ഇറ്റലിയിൽ എത്തിയതിന് ശേഷം നിങ്ങൾക്കൊരു ഏജൻസി അപ്പോയിൻമെൻ്റ് എടുക്കണം, അതുപോലെ ഓഫീസിൽ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമുക്കൊന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ ഇറ്റലിയിൽ എത്തിയിട്ട് കുറച്ച് നാളുകളായവരാണെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് കൂടുതലാണ്. കാരണം നിങ്ങൾക്ക് നേരിട്ട് പോകാം, അതുപോലെ തന്നെ ലാംഗ്വേജ് കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, അതുപോലെ തന്നെ ഇവിടുത്തെ ഡോക്യുമെൻറ്റ്സ് ഉള്ളവരാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ജോലി പ്രവേശിക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നോക്കാം അപ്പോയിൻമെൻ്റ് എടുക്കുന്നത്. നിങ്ങൾ ഇറ്റലിയിലാണെങ്കിൽ ഫോണിൽ മാത്രമല്ല ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏജൻസിയിൽ പോകാനും സാധിക്കും. അപ്പോൾ ഇനി ഫോൺ വഴി എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ബുongiorno, sono già in Italia. ഞാൻ ഇതിനകം ഇറ്റലിയിലാണ്. sto cercando lavoro come badante. ഞാൻ കെയർ ടേക്കറായി ജോലി അന്വേഷിക്കുന്നു. പോസോ venire in ufficio, എനിക്ക് ഓഫീസിലേക്ക് വരാമോ? ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ ഏജൻസികൾ നിങ്ങളുടെ കാര്യത്തിൽ നല്ല ഇൻട്രസ്റ്റ് തന്നെ കാണിക്കും. ഇനി ഇതുകൂടാതെ ഒരു ഡയറക്റ്റ് വിസിറ്റിൻ്റെ, ഇറ്റലിയിൽ ഇത് കോമൺ ആണ്, അപ്പോയിൻമെൻ്റ് ഇല്ലാതെ ചില ഏജൻസികളിലേക്ക് നിങ്ങൾക്ക് പോകാം. അപ്പോൾ ഓഫീസിൽ എൻ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ബൊഞ്ചോർണോ പറഞ്ഞ് തുടങ്ങാം. പിന്നെ സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി, ചേർക്കോ ലവോറോ come badante. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യം കൂടിയുണ്ട്. മോർണിംഗ് ടൈം തന്നെയായിരിക്കും നിങ്ങൾ പോകുന്നതിൽ ബെറ്റർ ആയിട്ടുള്ള സമയം. പിന്നെ അവിടുത്തെ ബിസി ടൈം മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇനി ഇറ്റലിയിലുള്ളവർ നിങ്ങൾ കൊണ്ടുപോകേണ്ട ചില ഡോക്യുമെൻറ്റ്സ്, നിങ്ങളുടെ പെർമേസോ ദി സൊജോർണോ, കൊതിച്ച് ഫിസ്കാലെ, നിങ്ങളുടെ CV. ഇവിടെ നിങ്ങളുടെ പെർമേസോ വാലിഡ് ആണോ എന്നുള്ള കാര്യം കൃത്യമായി തന്നെ ചെക്ക് ചെയ്തിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് നിങ്ങളുടെ അപ്പിയറൻസും ബിഹേവിയറിലേക്കും വരാം. ഇറ്റലിയിൽ എംപ്ലോയേഴ്സ് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ഇത് തന്നെയാണ്. നല്ലൊരു ക്ലീൻ ലുക്ക്, റെസ്പെക്റ്റ്ഫുൾ ബിഹേവിയർ, അതുപോലെ തന്നെ കാമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതുപോലെ സിമ്പിളായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക, ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിക്കരുത്. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഓഫീസ് കോൺവെർസേഷൻ നോക്കാം. നിങ്ങളുടെ അടുത്ത് ഏജൻസി ചോദിക്കുകയാണ്, sei in Italia da quanto tempo? നീ എത്ര കാലമായി ഇറ്റലിയിലുണ്ട്? da un anno, 1 വർഷമായിട്ട്. hai documenti? നിങ്ങളുടെ കൈവശം ഡോക്യുമെന്റ്സ് ഉണ്ടോ? സി ഓ പെർമേസോ ദി സൊജോർണോ, അതെ എനിക്കിവിടുത്തെ താമസാനുമതി ഉണ്ട്. പോയി ഇനിഷ്യാറെ സൂബിത്തോ, നിങ്ങൾക്ക് ഉടൻ തന്നെ തുടങ്ങാമോ? സി സോണോ ഡിസ്പോണീബിലെ, അതെ ഞാൻ തയ്യാറാണ്.
ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു കോൺവെർസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അത് കൃത്യമായി തന്നെ നോട്ട് ചെയ്യുക. പിന്നീട് ഈ സെൻറ്റൻസുകൾ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കുക. ഇനി നമ്മൾ ലാസ്റ്റ് പറഞ്ഞ സെൻറ്റൻസിന് പകരമായിട്ട് സോണോ ദിസ്പോനീബിലെ സൂബിത്തോ, ഞാൻ ഉടൻ തയ്യാറാണ് എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇറ്റലിയിലുള്ളവരുടെ അടുത്ത് ചില ഏജൻസികൾ ചോദിക്കും, ഐ എക്സ്പീരിയൻസ് ഇൻ ഇറ്റാലിയ, നിനക്ക് ഇറ്റലിയിൽ എക്സ്പീരിയൻസ് ഉണ്ടോ? ഇനി ഇതിനുള്ള ഉത്തരം ഇല്ലെങ്കിൽ നോ മാ ഓ എക്സ്പീരിയൻസ് നിൽ മിയോ പയസെ, എൻ്റെ നാട്ടിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഇവിടെയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം സ്തോ ഇംബ്രാന്തോ വെലോച്ചമെന്തേ, ഞാൻ വേഗത്തിൽ പഠിക്കുന്നു. നിങ്ങളുടെ ആൻസർ എന്ത് തന്നെ ആയാലും സത്യസന്ധമായിട്ട് നിങ്ങൾ പറയാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ ജോലി അന്വേഷിക്കുന്ന സന്ദർഭങ്ങളിൽ 2-3 ഏജൻസികളെങ്കിലും സെയിം ഡേ തന്നെ വിസിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഫ്രണ്ട്സ് വഴിയൊക്കെ ആയിട്ട് മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. വാട്സപ്പ് കോൺടാക്റ്റ് മാക്സിമം സേവ് ചെയ്യുക. ഫോളോ അപ്പ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇറ്റലിയിൽ എത്തിയവരാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ റൂമിലിരുന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. നിങ്ങളുടെ സമയം കളയരുത്. ഒരു ഏജൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. ലാംഗ്വേജ് മാക്സിമം ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ അതായത് ഇറ്റലിയിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ഇനി നിങ്ങൾ പ്രവർത്തിച്ച് തന്നെ തുടങ്ങണം. പുറത്തു പോകണം, ആളുകളുമായിട്ട് സംസാരിക്കണം, ഓരോന്നായിട്ട് ട്രൈ ചെയ്യണം. ഒരുപക്ഷെ നിങ്ങൾക്ക് ആദ്യം ലഭിച്ചിരിക്കുന്ന ജോബ് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ പാർട്ടിലേക്ക് പോകാം. ഇൻ്റർവ്യൂ എങ്ങനെ ക്ലിയർ ചെയ്യാം. പലരും ഇവിടെയാണ് ഫെയിൽ ആവുന്നത്. എന്ത് ചോദിക്കുമെന്നറിയില്ല, എങ്ങനെ ആൻസർ പറയണമെന്നും അറിയില്ല. പക്ഷേ ആവശ്യത്തിലധികം ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കുന്നതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഇവിടുത്തെ ഇൻ്റർവ്യൂവിന് ഇംഗ്ലീഷ് ഭാഷയുടെ തന്നെ ആവശ്യമില്ല. അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ വേണമെന്നുമില്ല. അവർ നോക്കുന്നത് മെയിനായിട്ട് നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ പേഷ്യൻസ്, ആറ്റിറ്റ്യൂഡ്, പിന്നെ സിമ്പിളായിട്ട് ഇറ്റാലിയൻ സംസാരിച്ചാൽ മതി. ഇനി ഇവിടെ വരുന്ന മോസ്റ്റ് കോമൺ ക്വസ്റ്റ്യൻസ് അത് ഇതൊക്കെയാണ്. ഐ എക്സ്പീരിയൻസാ, നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം സി ഓ എക്സ്പീരിയൻസാ ഓ ലവോറാത്ത കൊണാൻസിയാനി, അതെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ വയോധികർക്കൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്. ഇനി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നോ മാ വോളിയോ ഇമ്പറാരെ, ഇല്ല പക്ഷെ ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇവിടെ അവർ ചോദിക്കുന്നത് നിനക്ക് പാചകം ചെയ്യാൻ അറിയുമോ? സൈ കുച്ചിനാരെ. ഇതിനുള്ള ഉത്തരം അതേ എന്നാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം സി സോ കുച്ചിനാരെ പോസോ പ്രിപ്പറാരെ പ്യാത്തി സെംപ്ലിച്ചി, അതെ എനിക്ക് പാചകം അറിയാം, ഞാൻ ലളിതമായ വിഭവങ്ങൾ തയ്യാറാക്കാം. പാർലി ഇറ്റലിയാനോ, ഇറ്റാലിയൻ അറിയുമോ? പോക്കോ മസ്തോ ഇമ്പറാന്തോ, കുറച്ച് പക്ഷെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സേ പസിയന്തെ, നിനക്ക് പേഷ്യൻസ് ഉണ്ടോ? സി സോണു മോൾത്ത് പസിയന്തെ, അതെ ഞാൻ വളരെ സഹനശീലനാണ്. പോയി ലവറാരെ കൊണൻസിയാനി, നിനക്ക് വയോധികർക്കൊപ്പം ജോലി ചെയ്യാമോ? സി മി പ്യാച്ച aiutarli anziani, അതെ എനിക്ക് വയോധികരെ സഹായിക്കാൻ ഇഷ്ടമാണ്. ഇവയൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ചോദ്യങ്ങൾ. ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഓരോ ചോദ്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും നിങ്ങൾ കള്ളം പറയരുത്. അതുപോലെ ഓവർ കോൺഫിഡൻസും ആവരുത്. നെഗറ്റീവായിട്ട് ഒരു കാരണവശാലും സംസാരിക്കരുത്. ചെറിയൊരു പുഞ്ചിരിയോടെ കണ്ണിൽ നോക്കി തന്നെ സാവകാശത്തിൽ കാര്യങ്ങളെല്ലാം ഒന്ന് സംസാരിക്കുക. ഇനി ചെറുതായിട്ട് നിങ്ങൾ നെർവസ് ആയാലും സാവകാശം തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങളുടെ ഇൻ്റർവ്യൂ അവസാനിക്കുമ്പോൾ ഗ്രാസിയമീലെ സ്പേറോ ദി പൊത്തേർ ലവോറോ കൊൻ വോയ്, വളരെയധികം നന്ദി, നിങ്ങളോടൊപ്പം ജോലി ചെയ്യാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നിർത്തുക. ഇത് നല്ലൊരു ഇംപ്രഷൻ തന്നെ നിങ്ങൾക്ക് നൽകും. ഇവിടെ നിങ്ങൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും പ്രശ്നമൊന്നുമില്ല. അവർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ ഒന്നുമല്ല നോക്കുന്നത്. അവർക്ക് വേണ്ടത് നല്ല മനസ്സുള്ളൊരു വ്യക്തിയെ മാത്രമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ മതി, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ജോബ് കിട്ടും. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഇറ്റലി കെയർ ഗിവർ ജോബിലെ ഡെയിലി ഉപയോഗിക്കുന്ന ഇറ്റാലിയൻ സെൻറ്റൻസുകളാണ്. ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ റിയൽ വർക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് മെയിൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം മോർണിംഗ് റുട്ടീനിൽ. ഇതിനകത്ത് നിങ്ങളുടെ പ്രായമുള്ളവരെ വിളിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഒരു ബൊഞ്ചോർണോ പറഞ്ഞ് തുടങ്ങുക. ആ ദുർമി തൊബേനെ, നന്നായി ഉറങ്ങിയോ?
വോളെ അൽസാർസി, എഴുന്നേൽക്കണോ. ഇനി അടുത്ത സെക്ഷൻ നോക്കാം, ഭക്ഷണവും വെള്ളവും കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ. വോളെ മഞ്ചാരെ, താങ്കൾക്ക് ഭക്ഷണം വേണോ എന്ന അർത്ഥത്തിൽ നമുക്കിങ്ങനെ ചോദിക്കാം. ആ ഫാമെ, വിശക്കുന്നുണ്ടോ. വോളെ ആ ക്വാ, നിങ്ങൾക്ക് വെള്ളം വേണോ. ഏക്കോ ഇൽ ചീബോ, ഇതാ ഭക്ഷണം. ഇവിടെ നിങ്ങൾ സിമ്പിളായിട്ട് സ്ലോ ആയിട്ട് സംസാരിക്കുക. ഇനി മെഡിസിൻ നൽകുന്ന സമയത്ത് എ ഓറ ദെൽ മെഡിച്ചീന, മരുന്നിന് സമയമായി. പ്രേന്തല മെഡിച്ചീന, മരുന്ന് കഴിക്കുക. വത്തുത്തോ ബേനെ, എല്ലാം ഓക്കെ ആണോ. ഇനി നമുക്ക് ഡെയിലി കെയറിലേക്ക് വരാം. അപ്പോൾ ഇവിടെ അന്ത്യാമോ ഫാറെ una passeggiata, നമുക്ക് നടക്കാൻ പോകാം. സി ആൽസി പിയാനോ പിയാനോ, സ്ലോ ആയിട്ട് എഴുന്നേൽക്കുക. അറ്റൻസിയോണെ, ശ്രദ്ധിക്കുക. വോളെ അന്താരെ ഇൻ ബാഞ്ഞോ, ബാത്റൂമിൽ പോകണോ. ലവിയാമോ ലെമാനി, കൈ കഴുകാം. ഇനി രാത്രി സ്ലീപ്പ് ടൈമിൽ എ ഓറതി ദോർമീരെ, ഉറങ്ങാനുള്ള സമയമായി. ബൊനനോത്തെ, ഗുഡ് നൈറ്റ്. പ്രായമുള്ളവർക്ക് എപ്പോഴും ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ എപ്പോഴും ഇമോഷണലി ചേർത്ത് നിർത്താൻ തന്നെ ശ്രമിക്കുക. വാ തുത്തോ ബേനെ, എല്ലാം ശരിയാണ്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഇവരുടെ അടുത്ത് പറയുക. സോണോക്വി കൊള്ളൈ, ഞാൻ നിങ്ങൾക്കൊപ്പം ഇവിടെയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടാണിത്. ഇവിടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ഒരു കെയർ ഗീവർ ജോബ് എങ്ങനെ സർവൈവ് ചെയ്യാം. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജോബ് കിട്ടിയാൽ അതിനുശേഷം പലർക്കും ഇവിടെ ബുദ്ധിമുട്ട് തുടങ്ങും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ ഇനി ക്ലിയർ ആയിട്ട് അറിയാം. ആദ്യ ദിവസം തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം നിങ്ങളൊരല്പം നെർവസ് ആയിരിക്കും, കൺഫ്യൂസ്ഡ് ആയിരിക്കും, ലാംഗ്വേജിൻ്റെ ഇഷ്യൂ ഉണ്ടായിരിക്കും. ഇതെല്ലാം നോർമലാണ്. ഇവിടെ വരുന്ന ഒട്ടുമുക്കാലും ആളുകളും ഫസ്റ്റ് ഡേ ഇങ്ങനെ തന്നെയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റണം. മിസ്റ്റേക്ക് ഉണ്ടാവാം, പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചെടുക്കണം. ഇനി നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ പ്രായമുള്ള ഒരാളെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തൊട്ട് മുൻപിലും കൂടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. ഫുൾ കെയർ ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് കൂടി ഞാൻ താഴെ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കുക. ഈ ഒരു കെയർ ഗീവർ ജോബിൽ ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പം നിങ്ങളുടെ പേഷ്യൻറ്റിൻ്റെ മെഡിസിൻ്റെ ടൈം ഉണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ ഫോളോ ചെയ്യണം. ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ഈ സെൻറ്റൻസുകൾ ഒന്ന് ഓർത്തു വെക്കുക. ഇവിടെ നമ്മൾ സഹായിക്കൂ ഇല്ലെങ്കിൽ സഹായം എന്നൊക്കെ പറയുന്നത് അയ്യൂത്തോ. ഇനി അതുപോലെ തന്നെ നമുക്ക് നോക്കാം, ഡോക്ടറിനെ വിളിക്കാം. ഇതെങ്ങനെ പറയാമെന്ന്. ക്യമിയാമോ ഇൽ മെദിക്കോ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ പാനിക്കാവരുത്. സാവകാശം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ ഫസ്റ്റ് ജോബ് അതൊരിക്കലും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. അതിൽ നിന്ന് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുണ്ടാവും. ഓരോ ദിവസവും നിങ്ങൾ ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഇറ്റലി കെയർ ഗീവർ ജേണി എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി. ഗ്രാzie, arrivederci.